ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നെറ്റ് JRF എക്സാമിനേഷൻ എല്ലാവരും ഫസ്റ്റ് ടൈം ആണോ അതോ ഹൗ മെനി അറ്റംപ്റ്റ്സ്, എത്ര അറ്റംപ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കൂ. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ അറ്റംപ്റ്റിൽ നിങ്ങൾ എന്തായാലും നെറ്റ് JRFലേക്ക് എത്തണം. അത് വെദർ ഇറ്റ് ഈസ് യുവർ 4th 5th or 6th വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ ഈ ഒരു അറ്റംപ്റ്റിൽ JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന നമ്മുടെ എയിമിലേക്ക് എത്തണം. അപ്പൊ അതിനു വേണ്ടി എങ്ങനെയായിരിക്കണം ഇനിയുള്ള 90 ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? അതാണ് ഈ ഒരു സെഷനിലൂടെ, അതായത് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺവീനിയൻസും നിങ്ങളുടെ സ്ട്രാറ്റജിക് പ്ലാനുമാണ്. അതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഇൻസൈറ്റ്സ് തരിക എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ എയിം ചെയ്യുന്നത്. എൻ്റെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് അഡീഷൻ എന്നുള്ള രീതിയിലാണ്. ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി അതേപടി തന്നെ കോപ്പി ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ സ്ട്രാറ്റജി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് ആഡ് ചെയ്യുന്നത് വഴി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തരാവുന്ന ഗ്യാരണ്ടി. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആസ് ഐ സെഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 90-day റോഡ് മാപ്പാണ്. അതിനകത്ത് ഈ ഒരു ആസ് ഐ സെഡ് ഓൾറെഡി ഈ 90 ഡേയ്സ് റോഡ് മാപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മളുടെ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയുള്ളത്, അതനുസരിച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷൻ പ്ലാൻ ആണ്. ഓക്കെ, അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജി എന്ന് പറയാം. ആൻഡ് ഇൻ ബിറ്റ്വീൻ എങ്ങനെയായിരിക്കണം ഒരു ടോപ്പർ ആവാൻ വേണ്ടി എന്തൊക്കെ ഐഡിയാസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും, ടിപ്സ് എന്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ ഈ ഒരു സെഷനിൽ ഇനി വരുന്ന ഒരു 1 hour ഡ്യൂറേഷൻ വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ എല്ലാവരും റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് എനിക്ക് ചോദിക്കാനുള്ളത്, പല അറ്റംപ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പലപ്പോഴും ഫെയിൽ ആകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് തിങ്, പ്രിപ്പറേഷനകത്ത് എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സിലബസിൽ നിന്നാണ്. നമ്മളുടെ ഇപ്പോൾ ജനറൽ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 യൂണിറ്റ് ഏരിയാസ് ഉണ്ട്, ടോപ്പിക് ഏരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ പേപ്പർ 2-ലും ഓൾമോസ്റ്റ് എല്ലാ പേപ്പറുകളിലും 10 ടോപ്പിക് ഏരിയാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ പേപ്പർ 2 ഏത് തന്നെ ആയാലും നോർമലി 10 ടോപ്പിക് എന്നുള്ള രീതിയിൽ 10 യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ടോപ്പിക്സിൽ നിന്നും നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ പറയുകയാണെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ജനറൽ പേപ്പറിൽ നിന്നും 50 ക്വസ്റ്റ്യൻസും, ദെൻ പേപ്പർ 2 നമ്മളുടെ സബ്ജക്ട് ഏതാണ്, കൊമേഴ്സ് ആണോ, മാനേജ്മെന്റ് ആണോ, ഇംഗ്ലീഷ് ആണോ, മറ്റ് സബ്ജക്റ്റുകൾ ഏതായാലും അതിൽ നിന്നും 100 ക്വസ്റ്റ്യൻസും, അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസിന്റെ എക്സാമിനേഷൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അങ്ങനെ 300 മാർക്സ് ആണ് ഈ ഒരു എക്സാമിനേഷനിൽ വരുന്നത്. നോർമലി ഒരു 200+ സ്കോർ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന ടാർഗറ്റിൽ നമുക്ക് എത്താൻ പറ്റും. ചില സബ്ജക്റ്റുകളിൽ ഡിഫറെൻ്റ് ആണ്. ചില സബ്ജക്റ്റുകൾ എക്സാം എഴുതുന്നത് വളരെ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ സ്കോറിംഗ് ക്രൈറ്റീരിയയിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വരും. എന്നാൽ സാധാരണഗതി കാണുന്ന കൊമേഴ്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് നോർമലി കാണാറുള്ള ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 200. കൊമേഴ്സിലും മാനേജ്മെന്റിലും ഒക്കെ കുറെ താഴെയാണ്, അതിൽ ഒരുപാട് താഴെയാണ്. നെറ്റ് ഒക്കെ ആണെങ്കിൽ 170, 180 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മളെപ്പോഴും ഫെയിൽ ആകാനുള്ള ഒരു പ്രധാന റീസൺ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം ഇനിയുള്ള പ്രിപ്പറേഷനിലെങ്കിലും നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ആവശ്യമാണ്. ടൈം ടേബിൾ ഇൻ സെൻസ് ഞാൻ നിങ്ങളോട് 5-6 മണിക്കൂർ അലോക്കേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 1 hour കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റണം. 1 hour മിനിമം ആണ്. ആ 1 hour കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ടിലേക്ക് എത്താം. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. അത് ഉണ്ടാകുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദെൻ കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് ഇനിയുള്ള 90 ഡേയ്സ് നമുക്ക് ആവശ്യമാണ്. ഒരു സപ്പോർട്ടും വളരെ നല്ലതായിരിക്കും, ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വളരെ നല്ലതായിരിക്കും. കൃത്യമായിട്ട് പാത്ത് എങ്ങനെയാണ് പോവേണ്ടത് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും ഈ ഒരു എക്സാമിനേഷനിൽ ബാക്കോട്ട് പോകാനുള്ള റീസൺ. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള ഒരു എഫേർട്ട് 90 ഡേയ്സിന് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പലപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും നമ്മളോട് പറയുന്നുണ്ട് സിലബസ് മാറുവാണ്, സിലബസ് ചേഞ്ച് ചെയ്യുകയാണ്, അവർക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, 2026 ജൂൺ ആകുമ്പോൾ സിലബസിൽ മാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ UGCയുടെ ചെയർപേഴ്സൺ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. NEPക്ക് അനുസരിച്ച് സിലബസിൽ മാറ്റം കൊണ്ടുവരേണ്ടതുകൊണ്ട് NEPക്ക് അനുസരിച്ച് എക്സാമിനേഷൻ പാറ്റേണിൽ തന്നെ മാറ്റം വരുത്തേണ്ടതായിട്ട് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇപ്രാവശ്യമല്ല, അത് അടുത്ത പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്ലിയർ ആകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇനി
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ചില വലിയ ചലഞ്ചുകളുണ്ട്. ഒന്ന്, നെഗറ്റീവ് മാർക്കിംഗ് വരാം. ഇപ്പം ഇല്ല. സിലബസ് ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു മോഡൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അത് കുറച്ചുകൂടി ടഫ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, എന്നാൽ ലെറ്റ് മി ടെൽ യു, 2018, 19, 20 വർഷങ്ങളായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 2023, 24, 25 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ ടഫാണ്. കമ്പാരിറ്റീവ്ലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന രീതിയുടെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത്? എക്സാം പാറ്റേൺ, സിലബസ്, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, സിലബസ്, ദർ ഇസ് നോ ചേഞ്ച്. കറണ്ട് സിലബസ് തന്നെയാണ് ഡിസംബർ എക്സാമിനേഷനിലും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ജൂൺ എക്സാം ആകുമ്പോൾ, 2026 ജൂൺ എക്സാം ആകുമ്പോൾ ദർ മേ ബി സം ചേഞ്ചസ്. ഇപ്പൊ നിലവിൽ സിലബസിൽ വ്യത്യാസമില്ല. രണ്ടാമതായിട്ട് ക്വസ്റ്റ്യന്റെ സ്റ്റൈൽ, അവിടെ ഒരുപാട് വ്യത്യാസം നിലവിലുണ്ട്. കഴിഞ്ഞ 2 സെഷനുകളിലും നമ്മൾ കണ്ടതാണ്. കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും അനലിറ്റിക്കൽ വേയിൽ നമുക്ക് ചിന്തിച്ചെഴുതാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ മാറ്റം എന്നാൽ ആ ഒരു അപ്രോച്ച് ആയിരിക്കും ഇത്തവണയും വരുന്നത്. ദെൻ മാർക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇത് 3ഉം നമുക്ക് ഇനി ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല. സിലബസ് നിലവിലൊരു ചേഞ്ചും ഇല്ല. ക്വസ്റ്റ്യൻ സ്റ്റൈൽ ആണെങ്കിൽ there is a change. ലാസ്റ്റ് ഫ്യൂ ടേംസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. നമ്മളോട് PSC ഒക്കെ ചോദിച്ചിരുന്നത് പോലെ എന്താണെന്ന് ചോദിക്കുന്ന ഒരു അപ്രോച്ച് മാറി. മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആകാം. അസെഷൻ റീസൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആകാം. റീസൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ അസെഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു എന്ന് കുറെ സ്റ്റുഡൻസ് പറഞ്ഞായിരുന്നു. എന്നാലും ആ ഒരു പാറ്റേൺ അങ്ങ് വിട്ടുകളയുന്നില്ല. അതോടൊപ്പം നെഗറ്റീവ് മാർക്കിങ്ങും ഇത്തവണ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു 90 ഡേയ്സ് സ്ട്രാറ്റജി നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 90 ഡേയ്സ് ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് കോച്ചിങ് അവൈലബിൾ ആണ്. ജനറൽ പേപ്പറിനും കൊമേഴ്സിനും മാനേജ്മെന്റിനും ഒക്കെ അവൈലബിൾ ആണ്. സ്ട്രാറ്റജിയിലേക്ക് പോവാം. സ്ട്രാറ്റജി വന്നു കഴിഞ്ഞാൽ 90 ഡേയ്സ് പ്ലാൻ എന്ന് പറഞ്ഞു. ഈ സ്ട്രാറ്റജിയെ നമുക്ക് 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ആസ് ഐ സെഡ്, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു വേ ആണ്. ദിസ് ഈസ് നോട്ട് ഫൈനൽ. അത് നിങ്ങൾ ഓർക്കുക. ഞാൻ ഉപയോഗിച്ച അപ്രോച്ച് ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ ഉണ്ടാകാം. എന്നാൽ ഒരു പരിധി വരെ സിലബസ് പൂർണ്ണമായിട്ടും ഈ 90 ഡേയ്സിൽ കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ആ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ്, ഇസ് ഇറ്റ് ക്ലിയർ? ഷാൽ ഐ സ്റ്റാർട്ട്? യെസ് പറഞ്ഞു. ഓക്കെ, ഫൈൻ. സോ 3 ഫേസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഫേസ് ഫൗണ്ടേഷൻ. നമ്മൾ 1ാമത്തെ ദിവസം മുതൽ 40ാമത്തെ ദിവസം വരെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഫൗണ്ടേഷന് വേണ്ടി മാറ്റിവെക്കാം. ദെൻ 2ാമത്തെ ഫേസ് ആപ്ലിക്കേഷൻ ഫേസ് ആണ്. 41ാമത്തെ ദിവസം മുതൽ 70ാമത്തെ ദിവസം വരെ ആപ്ലിക്കേഷൻ ഫേസിലേക്ക് പോവാം. ദെൻ 3ാമത്തെ ഫേസ് റിഫൈൻമെന്റ് ആണ്. അവിടെ നമ്മൾ 71st ഡേ മുതൽ 90th ഡേ വരെ റിഫൈൻമെന്റ് എന്നുള്ള രീതി പോകും. അപ്പോൾ ഇതാണ് 90 ഡേയ്സ് പ്ലാൻ. ഇനി അതിന്റെ ഓരോ ഫേസിലും നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? പോകാം. ആദ്യത്തെ ഫേസ് ആസ് ഐ സെഡ് ഫൗണ്ടേഷൻ ഫേസ് ആണ്. 1ാം ഡേ തൊട്ട് 40ാമത്തെ ഡേ വരെയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടാവണം, ഒരു നോട്ട് ബുക്ക്. നിങ്ങളുടെ നോട്ട് മേക്കിംഗ് ബുക്ക് എന്നുള്ള രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ഫേസിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. തിയറി ഹെവി ആയിട്ടുള്ള പോർഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ടൈം എടുത്തുള്ള തിയറി ഹെവി ആയിട്ടുള്ള പോർഷൻസ് ലൈക്ക് എക്സാമ്പിൾസ് ഏതൊക്കെ പറയാം? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദെയർ. ദെൻ ദെയർ ഈസ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകൾ, കമ്മ്യൂണിക്കേഷൻ, ICT, ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമാണ് 1 to 40. ഓക്കെ, അപ്പോൾ as I said, ഇതിനകത്ത് ഈ 1 to 40 ഡേയ്സിൽ ആദ്യത്തെ 1 to 8 ഡേയ്സ് ഇത് പ്യുവർലി ഒരു സജഷൻ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു ടീച്ചറുടെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കും. ദെൻ അതോടൊപ്പം തന്നെ സാധാരണഗതി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേണർ സെന്റേഡ് മെത്തേഡ്സ്. ഓക്കെ, അഡാപ്റ്റീവ് ടീച്ചിങ് പോലുള്ള ഇപ്പോൾ ഇന്നോവേറ്റീവ് ടീച്ചിങ് സ്റ്റൈൽസിനെ പറ്റിയൊക്കെ ഇപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ എനിവേ ഫസ്റ്റ് 1 to 8 ഡേയ്സിൽ യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ലേണേഴ്സ് ഓഫ് ടീച്ചിങ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇവാലുവേഷൻ സിസ്റ്റം,
മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അത് കൂടാതെ ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനകത്ത് ഞാൻ പറഞ്ഞു, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനകത്ത് ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ലേണർ സെന്റേർഡ്, ടീച്ചർ സെന്റേർഡ് ആൻഡ് ലേണർ സെന്റേർഡ്. ബിക്കോസ് NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ലേണർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സിനാണ്. അപ്പൊ അത് പ്രകാരമുള്ള ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ദർ ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ICT ഇൻ എഡ്യൂക്കേഷൻ ഓർ ടീച്ചിങ് ലേണിംഗ്. അവിടെ ICT ടീച്ചറെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനു വേണ്ടിയുള്ള ഡിഫറെന്റ് ടൂൾസ് അതെ, അത്തരം ടൂളുകളെ പറ്റി കൃത്യമായിട്ട് നോക്കുക. ദിസ് ഈസ് വൺ ഇമ്പോർട്ടന്റ് ഏരിയ കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഏരിയ ആണ്. ദെൻ രണ്ടാമത്തെ പാർട്ട്, 9ാമത്തെ ദിവസം മുതൽ 16ാമത്തെ ദിവസം വരെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ടൈപ്സ് ഓഫ് റിസർച്ച്, ദെൻ സ്റ്റെപ്സ് ഇൻ റിസർച്ച്, എത്തിക്സ്, ദെൻ തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. ഇവിടെയൊക്കെ ടീച്ചർ ഒരു റിസർച്ചർ ആവണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ UGCക്കുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റൈൽ ഇപ്പൊ നിങ്ങൾ കാണുമ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കും. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ ആയിരിക്കണം. പുതിയ പുതിയ ടോപ്പിക്കുകളെ ഐഡന്റിഫൈ ചെയ്ത് പുതിയ പുതിയ ടോപ്പിക്കുകൾ റിസർച്ച് ചെയ്യാൻ എവേബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പൊ അത് വെച്ചുകൊണ്ട് അപ്ലൈഡ് ലെവലിൽ ഡെഫിനറ്റ്ലി അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോൾ മുമ്പ് ഡിഫറെന്റ് ടൈപ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടൈപ്പിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ് തീർന്നു. ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഏത് ടൈപ്പ് ആയിരിക്കും ആപ്റ്റ് എന്ന് ചോദിക്കാം. അങ്ങനെ അപ്ലൈഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ടോപ്പിക് ഏരിയ ആയിട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മാറി. അപ്പോൾ ഈ 9ാമത്തെ ദിവസം മുതൽ 16ാമത്തെ ദിവസം വരെയുള്ള 8 ദിവസങ്ങൾ നിങ്ങൾക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാം. പിന്നെ ഉള്ളത് 17ാമത്തെ ദിവസം മുതൽ 24ാമത്തെ ദിവസം വരെ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബാരിയേഴ്സ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അതിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അതേപോലെ മാസ് മീഡിയ, ഒരു അഡീഷണൽ ടോപ്പിക്. മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയിൽ മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കും. ഓക്കെ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ അസെഷൻ ടൈപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടീച്ചറുടെ ക്വാളിറ്റി എന്തൊക്കെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാവണം, അത്തരം ക്വസ്റ്റ്യൻസും ആ ഏരിയയിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഓക്കെ, സിലബസ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് കാണാൻ പറ്റില്ല, പക്ഷേ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ലാസ്റ്റ് 3 ടേംസിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു മോഡൽ ലൈക്ക് ലീനിയർ കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ആ ഡിഫറെന്റ് ടൈപ്സും അതിന്റെ സബ് ടൈപ്സ് ഒക്കെ ഉണ്ട്. അത്തരം മോഡലുകളെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം 24 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 25ാമത്തെ ദിവസം മുതൽ 32ാമത്തെ ദിവസം വരെ യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT. അവിടെ ICTയുടെ ജനറൽ അബ്രിവിയേഷൻസ്, ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇമെയിൽ, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ മോഡേൺ കമ്പ്യൂട്ടിംഗ് ടെർമിനോളജീസ് കൂടി കൃത്യമായിട്ട് നോക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെബ് 3.0 തുടങ്ങിയിട്ടുള്ള കുറേ പുതിയ ടേംസ് വരുന്നുണ്ടല്ലോ. അപ്പൊ അത്തരം ടേമുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിനേഷൻ ഉണ്ടാവും കേട്ടോ. ഇനി അവിടെ നമ്മൾ നേരെ പോകുന്നത് അവസാനത്തെ ഫേസിലേക്കാണ്. 33 മുതൽ 40 വരെ യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അവിടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ NEP ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. NEPയും NEP ബേസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡിഫറെന്റ് വെർട്ടിക്കൽസ് അതെ, റൈറ്റ്. അവിടെ മാറ്റം വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റി വ്യക്തമായിട്ട് നോക്കണം. ദെൻ NEP പ്രകാരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ NEPയിൽ പറഞ്ഞിരിക്കുന്ന ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. NEP ഡോക്യുമെന്റ് ഒരു പ്രാവശ്യം വായിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ദെൻ ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ്. അത് ഏൻഷ്യന്റ് ഇന്ത്യയിലും അതിനുശേഷം ബ്രിട്ടീഷ് പീരീഡ് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് കമ്മീഷൻസിനെ പറ്റി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പോളിസീസ് ആൻഡ് ഗവർണൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഗവർണൻസ്. പോളിസീസ് ആൻഡ് ഗവർണൻസ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു മുമ്പ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതൽ ഇനീഷ്യേറ്റീവ്സ്, ഹയർ എഡ്യൂക്കേഷനിലെ ഇനീഷ്യേറ്റീവ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫേസ് 1 ഫസ്റ്റ് ഡേ മുതൽ 40 ഡേയ്സ് വരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സബ്ജക്ട്സ് ആണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയത്. ആദ്യം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങാം, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ എത്ര സബ്ജക്റ്റ് ആയി? പീപ്പിൾ ഡെവലപ്മെന്റ്, ലോജിക് ഒക്കെ വരാം. ഞാൻ പറയുന്നത് ഇവിടെ തിയറി ഈ എംഫസിസ് കൊടുക്കുന്ന കുറച്ച് സബ്ജക്റ്റുകൾ നമ്മൾ ആദ്യത്തെ ഫേസിൽ കവർ ചെയ്യുന്നത് മാത്രം. ഓക്കെ,
ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. മനസ്സിലായോ പറഞ്ഞത്? ശരി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫേസിലേക്ക് പോവാം. സെക്കൻഡ് ഫേസിൽ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഒരു ഫൗണ്ടേഷൻ ഫേസിന്റെ എൻഡ്. ഫൗണ്ടേഷൻ ഫേസ് കഴിഞ്ഞു. ഫൗണ്ടേഷൻ ഫേസിൽ ഒരു ബേസിക് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും PYQs ചെയ്യാം. PYQs മതി. നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഡെയിലി ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് എൻഡിലും ട്രൈ ടു ഡു 30 to 40 or 50 previous year questions from that area. That will help. ഓക്കെ. അവിടെ ഈ ഒരു 40 ദിവസത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ടാകാം. എന്നാലും ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഈ ഒരു ടൈം ഫ്രെയിമിൽ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട. പകരം 30 to 40 or 40 to 50 ഹലോ, ഓക്കെ. മൈക്ക് എല്ലാവരും ഒന്ന് ഓഫ് ചെയ്യണേ ജോയിൻ ചെയ്യുമ്പോൾ. എനിവേ, ഞാൻ പറഞ്ഞത് ഒരു 50 ക്വസ്റ്റ്യൻസ് വരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അത് ഈ ഒരു ഫേസിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ദെൻ ആസ് ഐ സെഡ്, നോട്ട് മേക്കിംഗ് ചെയ്യുക. ബിക്കോസ് ഇതെല്ലാം തിയറി റിച്ച് ആയിട്ടുള്ള, തിയറി ഹെവി ആയിട്ടുള്ള ടോപ്പിക് ഏരിയാസ് ആണ്. നമ്മളുടെ ഓരോ ടോപ്പിക് എൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഷോർട്ട് നോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഫേസ് ഈസ് ഓവർ. ലെറ്റ്സ് മൂവ് ഓൺ. നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോവാം. സെക്കൻഡ് ഫേസ് ആപ്ലിക്കേഷൻ ആൻഡ് പ്രാക്ടീസ് ഫേസ് ആണ്. ഇവിടെ കൂടുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. ദെൻ ആക്യുറസി ആൻഡ് സ്പീഡ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന ഒരു ടോപ്പിക് ഫേസ് ആയിട്ട് നമുക്ക് ഈ സെക്കൻഡ് ഫേസിനെ പറയാം. സോ ദിസ് ഫേസ് ഫോക്കസ് ഓൺ അപ്ലൈയിങ് യുവർ നോളജ് ടു പ്രാക്ടിക്കൽ ആൻഡ് റീസണിങ് ബേസ്ഡ് യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ കാണാത്ത ചില എവിടെയാണെന്ന് ചോദിച്ചിട്ട് ചില ടോപ്പിക് ഏരിയാസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസിൽ 30 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദിവസങ്ങളിൽ മാൻഡേറ്ററി. ഓക്കെ, സോ ഐ എം ബാക്ക്. അപ്പോൾ പറഞ്ഞത് ഈ ഒരു ഫേസിൽ അടുത്ത 40 ദിവസത്തിന് ശേഷമുള്ള ഫേസിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഡെയിലി മാൻഡേറ്ററി ടാസ്ക് എന്ന് തന്നെ പറയാം. അതാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ചെയ്യുക. അതേപോലെ അതോടൊപ്പം തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ഓരോ പാസേജുകൾ എല്ലാ ദിവസവും ചെയ്യാം. 30 ദിവസം കഴിയുമ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആയി. അത് എല്ലാം you'll have to select, you'll have to collect from previous year questions. വേറെ ഒരിടത്തൊന്നും വേണ്ട. ഏറ്റവും റീസെന്റ് ആയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും 30 ക്വസ്റ്റ്യൻ വീതം ഈ ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്താൽ തന്നെ ഏകദേശം ഡേറ്റ ഇന്റർപ്രിറ്റേഷനും റീഡിംഗ് കോംപ്രിഹെൻഷനും നമുക്കൊരു മാസ്റ്ററിംഗ് ലെവലിലേക്ക് എത്തും. എന്ത് ചോദിക്കുന്നു, എങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സോ നോർമലി ഇപ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വളരെ ടഫാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സാധാരണ എന്താ ചോദിക്കാറ്? ഒന്നെങ്കിൽ ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആയിരിക്കും. ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് പേഴ്സൻറ്റേജ് തന്നെയായിരിക്കും. പേഴ്സൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. അത് നോർമലി ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. ദെൻ റേഷ്യോ ഉണ്ടാവും. അതിൽ കൂടുതലൊന്നും ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഇല്ല. ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ ഓരോ ടേബിളുകൾ, അഡീഷണൽ ടേബിളുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സമയം ശരിക്കും നഷ്ടപ്പെടുന്നത്. പിന്നെ ഉള്ളത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ യൂണിയൻ ലെവൽ എക്സാമിനേഷനിൽ ഏറ്റവും എളുപ്പമുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മുടെയാണ്. പക്ഷെ അത് ശരിയാക്കണമെങ്കിൽ കുറച്ച് എഫേർട്ട്, ഇപ്പോൾ നമുക്ക് ബേസ് ഒക്കെ ഒരുപാട് ഇരിക്കുന്നവരായിരിക്കാം പല ആളുകളും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. അതുവഴി തന്നെ ഒരു ഐഡിയ, കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും കേട്ടോ. അതാണ് ആദ്യം പറയാനുള്ളത്. സെക്കൻഡ് ഫേസിൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും ചെയ്യണം. അതേപോലെ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ പാരലലിയാണ്, അത് കൂടാതെയാണ് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത്. ഇപ്പോൾ 41ാമത്തെ ദിവസം മുതൽ 50ാമത്തെ ദിവസം വരെ 10 ദിവസങ്ങൾ ലോജിക്കൽ റീസണിങ്ങിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഇന്ത്യൻ ലോജിക്, പ്രമാണ, അനുമാന, ഹേതുഭാഷ മീൻസ് എറർ ഇൻ റീസണിങ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൂടാതെ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ക്ലാസ് റൂമിലൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ വിട്ടിട്ട് പോകരുത്, അല്ലെങ്കിൽ തെറ്റിക്കും. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത് കോൺട്രറി ഏതാണ്, കോൺട്രാഡിക്ടറി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലിറ്റററി മീനിങ്ങിലേക്ക് പോകും. അത് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ലോജിക്കൽ റീസണിങ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ ലോജിക്കൽ റീസണിങ് 2 ഏരിയാസ് ഉണ്ട്, ഇന്ത്യൻ ലോജിക്കും വെസ്റ്റേൺ ലോജിക്കും. അതിൽ 2 ഏരിയയ്ക്കും കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് 10 ദിവസങ്ങൾ. ഓക്കെ,
അതിൽ പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലോജിസമാണ്. സിലോജിസം ബേസ്ഡ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വെൻ ഡയഗ്രം ഉപയോഗിക്കാം, അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. നമ്മുടെ ക്ലാസ് റൂമുകളിൽ എപ്പോഴും പറയുന്നതാണ് അനലിറ്റിക്കൽ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണം. വെൻ ഡയഗ്രം ഈസിയർ ആണ്, പക്ഷെ വെൻ ഡയഗ്രം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചതിക്കും. അതിനുള്ള എക്സാമ്പിളൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്റ്റുഡൻസിനും അറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ലോജിക്കൽ റീസണിങ് പ്രിപ്പയർ ചെയ്യാൻ. ലോജിക്കൽ റീസണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാത്തമാറ്റിക്കൽ റീസണിങ്, വീണ്ടും ഒരു 10 ദിവസം. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള റീസണിങ് ഏരിയാസിൽ, ഇതൊക്കെ റീസണിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. ആപ്റ്റിറ്റ്യൂഡ് ഏരിയാസിലേക്ക് പോകുന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് ഏരിയാസിൽ നിന്നും ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ, ഞാൻ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ശരിക്കും അങ്ങനെ ഡിവിഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. റീസണിങ്ങിനകത്ത് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ, പ്രപ്പോർഷൻ, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡിങ്, അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ റീസണിങ് പെടുത്താം. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ഏരിയാസ്, ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള, അല്ലെങ്കിൽ സിലിണ്ടർ തന്നിട്ട് അതിന്റെ സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് ടഫാണ്. അതർവൈസ് ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻസും നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു കൃത്യമായുള്ള പ്രിപ്പറേഷനോടുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഓക്കെ, ദെൻ കംസ് നമ്മളുടെ സെക്കൻഡ് ഫേസിന്റെ ലാസ്റ്റ് സ്റ്റേജ്. 61ാമത്തെ ദിവസം മുതൽ 70ാമത്തെ ദിവസം വരെ യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അപ്പൊ എന്തുകൊണ്ട് ഫസ്റ്റ് ഫേസിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എടുത്തില്ല എന്നൊരു ചോദ്യം ചോദിക്കുക അല്ലേ? അതൊരു തിയറി അല്ലേ? പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഫേസിൽ കണ്ട തിയറികളെല്ലാം ആപ്ലിക്കേഷൻ ഫേസിലേക്ക്, ആപ്ലിക്കേഷൻ ലെവലിലേക്ക് സാധാരണഗതി പോകുന്നില്ല. അതിൽ ഹയർ എഡ്യൂക്കേഷൻ ഒരു എക്സംഷൻ ആയിട്ട് പറയാം, എന്നാലും അത് നോർമലി തിയറി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഏരിയാസ് ആണ്. പക്ഷെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഉൾപ്പെടെ നമ്മോട് ചോദിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറസോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഈ ഏരിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നാലും ഈ ഒരു ടോപ്പിക് ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സ്ഥിരം ഉണ്ടാവും. 2030 അതിന്റെ ടാർഗറ്റ്. അപ്പോൾ അതിനുള്ളിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ ഏതെങ്കിലും ഒരു ഗോളിനെ പറ്റിയോ, അല്ലെങ്കിൽ ഒരു മാച്ച് ദി ഫോളോയിങ്, റീസെന്റ് ആയിട്ട് കണ്ടതാണ്, ഗോൾ നമ്പർ വന്നിട്ട് ആ ഗോൾ മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ. 17 ഗോളുകളാണ്. ആ 17 ഗോളുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൽ ഓരോ ഗോളിന്റെയും നമ്പർ എത്രയാണെന്നും പഠിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ഇന്റർനാഷണൽ എഗ്രിമെന്റ് സിലബസിൽ പറയുന്ന ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് എല്ലാം പഠിക്കുക. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിലബസ് ഡീറ്റെയിൽഡ് ആണ്, ആൻഡ് ഇറ്റ് ഹാസ് ഓൾറെഡി സ്റ്റേറ്റഡ് എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പോയിന്റുകൾ, ഇപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണ് അതിൽ പറയുന്നത്, ഫീച്ചേഴ്സ് എന്താണ്, അങ്ങനെ പഠിച്ചു പോവാം. ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്, പാരീസ് എഗ്രിമെന്റ് എന്താണ്, ദെൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്താണ്, അങ്ങനെ ഓരോന്നും സിലബസിൽ കൃത്യമായിട്ട് പറയുന്ന ഏരിയാസ് അതനുസരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. ദെൻ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കളും അവയുടെ ഇമ്പാക്റ്റും, അതേപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വാട്ടർ ബേൺ ഡിസീസസിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പൊ ആ ഒരു ഏരിയയൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ സെക്കൻഡ് ഫേസ് ക്ലിയർ ആണോ? 3 ടോപ്പിക് ഏരിയാസ് ആണ് സെക്കൻഡ് ഫേസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്: ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. എന്നാൽ ആ 3 മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ 2 അഡീഷണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും ചെയ്യണം, അതേപോലെ റീഡിംഗ് കോമ്പിനേഷന്റെ ഒരു ക്വസ്റ്റ്യനും എല്ലാ ദിവസവും ചെയ്യണം. അപ്പൊ 5 ടോപ്പിക് ഏരിയാസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫേസ് എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഐറ്റമാണ് ഒരു എറർ നോട്ട്ബുക്ക്. അത് ഫസ്റ്റ് ഫേസ് തൊട്ടേ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ നോട്ട് മേക്കിങ്ങിലല്ലേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ അഡീഷണൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ മോക്ക് ടെസ്റ്റുകളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആയിട്ട് സെക്കൻഡ് ഫേസ് മാറ്റുക. അവിടെ നിങ്ങളുടെ എറർ നോട്ട്ബുക്ക് ഉണ്ടാവണം. എറർ നോട്ട്ബുക്ക് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മളെ ഒരു ടെസ്റ്റ് 10 ക്വസ്റ്റ്യൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ ഇനി വരുന്ന 90 ഡേയ്സിലും കൃത്യമായിട്ട് ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകളിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഏരിയയിൽ എറർ വന്നിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് തെറ്റിയിരിക്കുന്നത് എന്നുള്ള നോട്ട് ചെയ്യാം.
അതിന്റെ റൈറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് അവിടെ നോട്ട് ചെയ്യാം. ബാക്കിയുള്ള 9 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാണ്, ഒരെണ്ണം തെറ്റിയുള്ളൂ. ആ ഒരെണ്ണം അതിനകത്ത് നോട്ട് ചെയ്താൽ മതി. ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ബ്രീഫ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫൈനൽ ഫേസിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി എറർ നോട്ട്ബുക്കും അതേപോലെ നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോട്ട് ടേക്കിംഗ് ബുക്കും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മുടെ 2 നോട്ട്ബുക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഇസ് എ റിവിഷൻ ടൂൾ. മറക്കരുത്, എറർ നോട്ട്ബുക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് തേർഡ് ഫേസിലേക്ക് പോയാലോ. സെക്കൻഡ് ഫേസ് നമ്മൾ പറഞ്ഞു. തേർഡ് ഫേസിൽ ഇവിടെ നോളജ് കൺസോൾട്ടേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ടൈം മാനേജ്മെന്റ് ആവശ്യമാണ്, ടൈം മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ദെൻ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഫേസ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഫേസ് ആണ് ഫൈനൽ റിവിഷൻ ആൻഡ് മോക്ക് ഫേസ്. ഓക്കെ, 71st ഡേ തൊട്ട് 90th ഡേ വരെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്കൊരു മോക്ക് സൈക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. 71st ഡേ തൊട്ട് 85th ഡേ വരെ. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1 hour 2 hour പോരാ. യു ഹാവ് ടു ഫൈൻഡ് മോർ ടൈം. 15 ദിവസങ്ങളാണ്. ആ 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം കാണണം. വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു 2 മണിക്കൂർ മുമ്പ് എണീക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എണീക്കാം, രാത്രി 2 മണിക്കൂർ വൈകി ഉറങ്ങാം. ഈ 15 ദിവസത്തേക്കല്ലേ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എല്ലാവർക്കും. ലൈഫ് എല്ലാവരും ഫാമിലിയും കമ്മിറ്റ്മെന്റ്സും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഐ വിൽ ടെൽ യു, ഈ 15 ദിവസം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ നെറ്റ് JRF എന്നുള്ള രീതിയിൽ മാറ്റാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഫേസിൽ യു ഹാവ് ടു ഫൈൻഡ് അഡീഷണൽ ടൈം. ഓക്കെ, അതുവരെയുള്ള ടൈം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1 to 2 hour എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യാം. പക്ഷെ അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ കൂടുതൽ ടൈം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ മോർണിംഗ് അതിന്റെ സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം എടുക്കാം. മോർണിംഗിൽ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഏറ്റവും നല്ലത് മോർണിംഗിലാണ് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ആ ഡേ മൊത്തം നമ്മുടെ മനസ്സിൽ ആ സ്കോർ ഉണ്ടാവും. ഇഫ് യു സ്കോർ ലെസ് ദാൻ 60, മനസ്സിലെന്ത് വേണം? ഓ, ഞാൻ തോക്കുവാണ് എന്നുണ്ടാവണം. 60+ ആണെങ്കിൽ ഓക്കെ, ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ഏതാണ് നമ്മുടെ മനസ്സിൽ വേണം. ഇത് ഈ 15 മോക്ക് ടെസ്റ്റുകളിൽ നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ 1 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. അത് എല്ലാ സബ്ജക്റ്റുകളിലും. അതിന് എക്സാമിലേക്ക് ഒരു എൻവയോൺമെന്റ് ഉണ്ടാവണം. ഒരു എക്സാം ഇട്ടു, അതിനിടയിൽ എക്സാം എഴുതി തുടങ്ങി ഉടനെ തന്നെ ചായ കുടിക്കാൻ പോകുന്നു, അത് ഉടനെ കഞ്ഞി എടുക്കാൻ പോകുന്നു, കഞ്ഞി വെക്കാൻ പോകുന്നു, ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവരുത്. ഈ 1 മണിക്കൂർ നിങ്ങൾ അലാം വെച്ചേക്കുക, 1 മണിക്കൂർ ലിമിറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പൊ ജനറൽ പേപ്പറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പേപ്പർ 2ലേക്ക് ഞാൻ പോയില്ല. ജനറൽ പേപ്പറിന് 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ ടൈം ഫിക്സ് ചെയ്തിട്ട് കൃത്യമായിട്ട് 1 മണിക്കൂർ ആകുമ്പോൾ നിങ്ങൾ അവിടെ എൻഡ് ചെയ്യിപ്പിക്കുക. എന്തുകൊണ്ട് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുക. പലപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ. അല്ലെങ്കിൽ ഏത് ഏരിയ ആണോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് ആ ഏരിയയിൽ എറർ നോട്ട്ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ഫേസ് ആഫ്റ്റർനൂൺ, സ്പെൻഡ് 3 hours. യു ക്യാൻ ഗോ ഫോർ 2, ഐ ഡോണ്ട് മൈൻഡ്. അതിനകത്ത് ഒരു ഇൻഡെപ്ത് അനാലിസിസ് നടത്തണം. എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് റോങ് വൺ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തുകൊണ്ട് തെറ്റുന്നു? ഈ ഒരു ഫേസ് ആകുമ്പോൾ നമ്മളുടെ സബ്ജക്ട് നോളജിനെ നിങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവണം. 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ. ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5 ക്വസ്റ്റ്യൻസ് വീതം ഓരോ ടോപ്പിക്കിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ഓരോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 10 ടോപ്പിക്സ് അറിയാലോ, അതൊന്നും ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, അങ്ങനെ 10 ടോപ്പിക്സ് ഉണ്ടല്ലോ. ആ 10 ടോപ്പിക്സിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസിനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് നിങ്ങളുടെ മോഡറേറ്റ് ഏരിയാസ്, ദെൻ മൂന്നാമതായിട്ട് വീക്ക് സോൺസ്. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. സ്ട്രോങ് ഏരിയ, ഇഫ് യു ആർ സ്കോറിംഗ് 70+, ഓർ യു ക്യാൻ ഗോ ഫോർ 80+, ഒക്കെ വളരെ ഹൈ സ്കോർ ആണ് കേട്ടോ. 70, 75, 80 അതിൽ കൂടുതൽ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രോങ് ഏരിയ. പെർസെൻറ്റേജ് ആണ്, അത്രയും പെർസെൻറ്റേജ് നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആണ്. മോഡറേറ്റ് ഏരിയ 60 to 70, ദാറ്റ് ഇസ് എ മോഡറേറ്റ് ഏരിയ. 60 താഴെയാണ് നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളുടെ വീക്ക് സോൺ ആണ്. അപ്പൊ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഈ വീക്ക് സോണിലുള്ള സബ്ജക്റ്റുകളെ എങ്ങനെയെങ്കിലും മോഡറേറ്റിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കണം. മോഡറേറ്റ് ഏരിയ 2ാമത്തെ ലെവലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതൽ ടൈം കൊടുക്കേണ്ട വീക്ക് സോണിനാണ്. അതിനെ മോഡറേറ്റിലേക്ക് എത്തിക്കാൻ നോക്കുക, മോഡറേറ്റിനെ സ്ട്രോങ്ങിലേക്ക് എത്തിക്കാൻ നോക്കുക. സ്ട്രോങ്ങിന് വേണ്ടി ഇനി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, അതാണ് ആ ഒരു ഫേസ് ആണ്
71 to 85. അപ്പോൾ എറർ നോട്ട്ബുക്കിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് വരുന്ന എറേഴ്സ് എല്ലാം എറർ നോട്ട്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യണം. വീക്ക് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും കൂടി ഒന്ന് ഈവനിങ് ടൈമിൽ ഒന്ന് റിവൈസ് ചെയ്താൽ ആ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ മാർക്ക് മേടിക്കുന്നതിലൂടെ ടെസ്റ്റ് കംപ്ലീറ്റ് ആകുന്നില്ല. മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആദ്യം മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, സ്കോർ കിട്ടണം, ആ സ്കോറിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അത് എറർ വന്നിരിക്കുന്ന ഓരോ ടോപ്പിക്കും നിങ്ങളുടെ എറർ നോട്ട്ബുക്കിൽ ഉണ്ടാവണം. എറർ നോട്ട്ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എൻഡ് ചെയ്യുന്ന അവിടെ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് 71st ഡേ മുതൽ 81st ഡേ വരെ പ്ലാൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? Do you have any questions? ക്ലിയർ ആണ്. ഇനി നമ്മൾ അവസാനത്തെ ഫേസിലേക്ക് പോകാം. തേർഡ് ഫേസിന്റെ അവസാനത്തെ 5 ദിവസങ്ങൾ, അത് 86ാമത്തെ ദിവസം മുതൽ 90ാമത്തെ ദിവസം വരെയാണ്. ലാസ്റ്റ് 5 days പുതിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ട. പെൻഡിങ് വൺസ് ഉണ്ടാവും, അത് തീർത്താൽ മതി. അപ്പോൾ ഈ 5 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എറർ നോട്ട്ബുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ, ആ ഷോർട്ട് നോട്ട്സും എറർ നോട്ട്ബുക്കും റിവൈസ് ചെയ്യാനുള്ള ടൈം ആയിട്ട് എടുക്കുക. ദെൻ സഫീഷ്യൻ്റ് ആയുള്ള സ്ലീപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. റെസ്റ്റ് ആവശ്യമാണ്. ആ റെസ്റ്റും ഈ 5 days നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ദെൻ നെക്സ്റ്റ് ഡേയോ അടുത്ത ദിവസമോ ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് 2-3 ദിവസമോ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും എക്സാം. എനിവേ 90 days പ്ലാനിൽ ഇങ്ങനെയായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ 90 days ആക്ഷൻ പ്ലാൻ നമ്മൾ പറഞ്ഞു. ആ ആക്ഷൻ പ്ലാനിൽ 3 ഫേസുകൾ നിങ്ങൾ കണ്ടു. ഫൗണ്ടേഷൻ ഫേസിൽ ഏതാണ്ട് സിലബസിന്റെ 70% തിയറി ബേസ്ഡ് ആയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അവിടെ കവർ ചെയ്തു. ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു. മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. മൈൻഡ് മാപ്പിംഗ് ടൂളുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ, ക്വസ്റ്റ്യൻ വരും അല്ലേ? മൈൻഡ് മാപ്പിംഗ് ടൂൾസ് കേട്ടിട്ടില്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഒന്ന് നോക്കി നമ്മളുടെ നോട്ടുകൾ മൈൻഡ് മാപ്പ് ചെയ്യുവാണെങ്കിൽ യു വിൽ റിമെമ്പർ ദാറ്റ്, കേട്ടോ. ദെൻ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQs സോൾവ് ചെയ്യുക. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഇവിടെ നമുക്ക് ആവശ്യമില്ല. സെക്കൻഡ് ഫേസിൽ എത്തുമ്പോഴാണ് നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു സജഷൻ ആണ്. ഐ വിൽ ടെൽ യു, ഈ സെക്കൻഡ് ഫേസിൽ 2-3 ദിവസം കൂടുമ്പോൾ ഒരു ഫുൾ ലെങ്ത് വേണമെന്നില്ല, സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ മതി. തേർഡ് ഫേസിൽ ബിക്കോസ് നമ്മൾ 15 മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി മോർ ദാൻ ഇനഫ്, കേട്ടോ. ഇനി തേർഡ് ഫേസിൽ നമ്മൾ പറഞ്ഞു പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നില്ല, പകരം മോക്ക് ടെസ്റ്റുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 15 മോക്ക് ടെസ്റ്റുകൾ വരെ കവർ ചെയ്യുന്നു. നമ്മളുടെ ഷോർട്ട് നോട്ട്സും അതോടൊപ്പം എറർ നോട്ട്സും നമ്മൾ റിവൈസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. ആൻഡ് ഫൈനലി വിൽ ഗോ ഫോർ എക്സാം. ക്ലിയർ? ഇനി ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? ഹാപ്പി ആണോ? റൈറ്റ്, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫേസിലേക്ക് പോവാം. ടൂൾസ്. നമ്മളിവിടെ 5 സ്ട്രാറ്റജീസ് കൂടി പറയുന്നു. ജസ്റ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആക്ഷൻ പ്ലാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട ചില സ്ട്രാറ്റജീസ്. ഒന്നാമത്തെ സ്ട്രാറ്റജി ഒരു സ്കോർ ബ്ലൂ പ്രിന്റ് പേപ്പർ 1 വേണ്ടി വേണം. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 75+ ആണ്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരും പ്ലാൻ അതാണോ? എത്ര നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ ജനറൽ പേപ്പറിന്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ബട്ട് ആക്ച്വലി യു ട്രൈ ടു അച്ചീവ് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. സോ മുമ്പൊക്കെ നമ്മൾ 60+ കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് സ്കോർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇയറിന് തൊട്ട് മുമ്പത്തെ എക്സാമിനേഷനിലും കാണുന്നത് ഇംഗ്ലീഷിലൊക്കെയാണ്. ഇംഗ്ലീഷിലൊക്കെ വളരെ ഹൈ കട്ട് ഓഫ് വരുന്നു JRF. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് 80 തന്നെയാണ് എപ്പോഴും സേഫ് സോൺ. 80 എന്ന് പറഞ്ഞാൽ 40 റൈറ്റ് ആൻസേഴ്സ് ആണ്. ബിക്കോസ് 150 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വിട്ടുകളഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റല്ലേ? ബിക്കോസ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് 150 ക്വസ്റ്റ്യനിൽ 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. പേപ്പർ 1 പേപ്പർ 2 കൂട്ടി. പേപ്പർ 1 മാത്രം എടുക്കുവാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 10 തെറ്റിക്കോട്ടെ, എന്നാൽ യു വിൽ ഗെറ്റ് 80, റൈറ്റ്? ഈ ഒരു അപ്രോച്ച് ആണ് നമ്മളെ ഇന്ന് വേണ്ടത്. അതിൽ ഓരോ ടോപ്പിക് ഏരിയയിൽ നിന്നും 8 to 10 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇപ്പോൾ റീഡിംഗ് കോമ്പിനേഷൻ, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഇത് രണ്ടും ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കേട്ടോ. അത് മനസ്സിൽ വെച്ചേക്കണം. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ
കണക്ഷൻ വന്ന് ഒരെണ്ണമൊക്കെ ശരിയായി കഴിഞ്ഞാൽ 5 ശരിയാവും. റീഡിംഗ് കോമ്പിനേഷൻ അതേപോലെയാണ്. സംഭവം മനസ്സിലാക്കി ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ 5 ശരിയാവും, 10 മാർക്ക് കിട്ടും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ദെൻ കൺസെപ്റ്റൽ പേപ്പേഴ്സിൽ വരുമ്പോൾ ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ പോലുള്ള കൺസെപ്റ്റൽ പേപ്പേഴ്സ് ആണെങ്കിൽ 6 to 8 സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ കംസ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് നിങ്ങൾ 8 to 10 സ്കോർ ചെയ്യേണ്ട ഏരിയ ആണ്. സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ലോജിക്കൽ റീസണിങ്ങിലെ ആദ്യത്തെ ആ ഒരു പോയിന്റ് തൊട്ട്, ലൈക്ക് വാട്ട് ഈസ് എൻ ആർഗ്യുമെന്റ്, ആ ഒരു പോയിന്റ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോന്നു കഴിഞ്ഞാൽ എൻഡ് വരെ തുടരാം. അവിടെ പുതിയൊരു ഏരിയ ഇല്ല. നമുക്ക് ആഡ് ചെയ്യാവുന്ന മറ്റ് സബ്ജക്റ്റുകളെ പോലെ ഇനി ഇതിനെ വേറൊരു സാധനത്തെ പറ്റി ചോദിക്കാം എന്നുള്ള കാര്യമില്ല. ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ ഒറ്റ ഒരു കണ്ടിന്യൂസ് ഫ്ലോ പോലെയാണ് എൻഡ് വരെ പോകുന്നത്. അതുകൊണ്ട് ലോജിക്കൽ റീസണിങ്ങിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സ്വയം പഠിക്കുകയാണെങ്കിലും ഓർക്കുക, കണ്ടിന്യൂസ് ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിൽ 8 to 10 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ റീസണിങ് ഐ വിൽ സേ 6 to 8. 10 ഞാൻ പറയില്ല, ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ ടഫ് കാണാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലും നമുക്ക് ശരിയാവില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, ദെൻ ICT ഇതേപോലെ തന്നെയാണ്. ICTയിൽ പുതിയ ടേംസ് വരും. പുതിയ ടേംസ് വരുന്നത് കൊണ്ട് 6 to 8, അതായത് 3 to 4 റൈറ്റ് ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ പോകാം. ദെൻ മറ്റു ടോപ്പിക് ഏരിയയിലും ഈ ഒരു രീതിയിൽ ടാർഗറ്റ് ചെയ്യാം കേട്ടോ. ശരി, ബിറ്റ്വീൻ ഞാൻ വേറെ നോക്കുമായിരുന്നു. ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, നമ്മളുടെ ഒരു ടാർഗറ്റ് സ്കോർ മനസ്സിലുണ്ടാവണം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് സിലബസ് ഹാക്കിംഗ്. സിലബസ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോർ ഏരിയാസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കൺസെപ്റ്റുകൾ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, സിമിലർ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാമേ, ഉറപ്പായിട്ടും വരും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ അതേപടി റിപ്പീറ്റ് ചെയ്യുന്നതല്ല, അതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും മറ്റൊരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം വരുന്നത്. ആ രീതിയിൽ കണക്ഷൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇന്ത്യൻ ലോജിക്, പ്രമാണ, ഹേതുഭാഷ പോലുള്ള ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ദെൻ NEP റിപ്പീറ്റഡ് ആണ്. പേപ്പർ 2-ലാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏരിയ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കും. ഇത് രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ്, കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തായിട്ട് PYQ റിവേഴ്സ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. റിവേഴ്സ് എഞ്ചിനീയറിംഗ് അതായത് സാധാരണഗതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, കഴിഞ്ഞ 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കുക. ആ 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ റൈറ്റ് ആൻസർ ഉണ്ടല്ലോ, റോങ് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ 3 ആ ഓരോ റോങ് ആൻസറും എന്താണെന്ന് പഠിച്ചേക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറെന്റ് ടീച്ചിങ് സ്റ്റൈൽസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയാണ്. അതിനകത്ത് അഡാപ്റ്റീവ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ടീച്ചിങ്, അങ്ങനെ പറഞ്ഞ് 3-4 മെത്തേഡ് ഉണ്ട്. റൈറ്റ് ആൻസർ അഡാപ്റ്റീവ് ആണ്. ബാക്കിയുള്ള 3 മെത്തേഡുകളില്ലേ, അതങ്ങ് പഠിച്ചോളുക. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ PYQവിൽ നിന്നും റിവേഴ്സ് ആയിട്ട് ലേൺ ചെയ്യുകയാണ്. ആ ലേണിങ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നെക്സ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് തന്നെയായിരിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ദാറ്റ്സ് എ സീക്രട്ട്. ഇനിയുള്ളത് ഒരു കംപ്ലീറ്റ് എക്സാം സിമുലേഷൻ ആണ്. നമ്മൾ എക്സാം എഴുതുന്ന 3 മണിക്കൂറാണെങ്കിൽ ഏതെങ്കിലും ഒരു സൺഡേസ് ഒക്കെ എടുത്തിട്ട് 3 മണിക്കൂർ അലോക്കേറ്റ് ചെയ്യുക. 9 AM സ്റ്റാർട്ട് ചെയ്യുക, 12 PM 12 noon തീരുന്ന രീതിയിലുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അത് ജനറൽ പേപ്പറിനും പേപ്പർ 2-നും. ഇസ് ഇറ്റ് ഓഡിബിൾ നൗ? ഓക്കെ, എന്താണെന്നറിയില്ല, ഇടയ്ക്ക് സ്റ്റക്ക് ആയതാണ്. എനിവേ, ഞാൻ പറഞ്ഞത് തേർഡ് ഫേസ്, 4th ഫേസിലേക്ക് വരുമ്പോൾ നമ്മളൊരു 3 hour എക്സാമിനേഷൻ സിമുലേറ്റ് ചെയ്യും. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തുടങ്ങി 90 days പ്ലാൻ ആണല്ലോ, ഈ വീക്കെൻഡ് തുടങ്ങി എന്ത് ചെയ്യണം, ഓരോ വീക്കിലും, ഈ വീക്കെൻഡിൽ ഞാൻ പറയില്ല, 40 days കഴിഞ്ഞിട്ട് മതി. 40 daysനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരുപാട് റോങ് ആൻസേഴ്സ് വരും. ഇതൊരു കാരണവശാലും ക്ലിയർ ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും. വേണ്ട, 40 days കഴിയട്ടെ. 40 days കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ ഗോ ഫോർ വീക്കെൻഡ് 3 hour എക്സാമിനേഷൻ. അത് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ, അത് ഫ്ലെക്സിബിൾ ആക്കരുത്. 3 മണിക്കൂർ 3 മണിക്കൂർ അതിന് വേണ്ടി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എക്സാമിനേഷൻ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ ഒരു 5 എണ്ണമെങ്കിലും അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട, ഒരു 5 എണ്ണം പ്ലാൻ ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യുക. ദെൻ ഫൈനൽ ഫേസിൽ നമ്മൾ എന്തായാലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പേപ്പർ 1 പേപ്പർ 2 ഒക്കെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം, അത് പ്രോബ്ലം ഇല്ല കേട്ടോ. ശരി, എനിവേ, നെക്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഈസ് ഗെസിങ്.
ഗെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും എക്സ്ട്രീം വേർഡ്സ് ഒരിക്കലും സാധാരണഗതി ആൻസർ ആവാൻ ചാൻസ് ഇല്ല. ഓപ്ഷൻസിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എക്സ്ട്രീം ഓപ്ഷൻസ് ആയിരിക്കും, ഒരിക്കലും ചേർത്ത് വെക്കാൻ പറ്റാത്ത ചില ഓപ്ഷൻസ് ഉണ്ടാവും. ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. താഴെ തന്നിരിക്കുന്ന ടീച്ചറുമായി ബന്ധപ്പെട്ട് ടീച്ചറുടെ ക്ലാസ് റൂം ക്വാളിറ്റീസ് അല്ലാത്ത ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള അല്ലാത്ത ക്വാളിറ്റീസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പോൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ക്ലാസ് റൂം എൻവയോൺമെന്റ് എഫക്റ്റീവ് ആക്കാൻ പറ്റുന്ന ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒരിക്കലും ചേർത്ത് വെക്കാൻ പറ്റാത്ത ചില ഓപ്ഷൻസ് ഉണ്ടാവില്ലേ, അത് അവോയ്ഡ് ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയാം, ബേൻ അപ്രോച്ച് എന്നൊക്കെ പറയും. അതായത് ഒരിക്കലും നമുക്കത് ചേർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ആ ഒരു അപ്രോച്ച് വഴി നമുക്ക് നമ്മളുടെ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു സ്ട്രാറ്റജിയാണ്, ഓർക്കുക. ദെൻ 150 ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പിന്നെ ഇതിനെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് എനിക്കറിയില്ല, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ലല്ലോ. 150 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് ഓർക്കേണ്ട ഒരു അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ചേർക്കാൻ പറ്റാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. സോ മോസ്റ്റ് സിറ്റുവേഷൻസ് സാധാരണഗതിയിൽ നമുക്ക് റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാനാണ് എപ്പോഴും ബുദ്ധിമുട്ട് വരിക. പക്ഷെ റോങ് ആൻസർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റും. ആ ഒരു അപ്രോച്ച് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക്, ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ചില ടൂൾ കിറ്റ് പറയുകയാണ്. ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒന്ന് മൈൻഡ് സെറ്റും, രണ്ട് റിസോഴ്സസും. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? ഫസ്റ്റ് ഡേ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന 5-6 മണിക്കൂർ പഠിച്ചു എന്നുള്ളതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് എന്താ? കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഈ 90 ഡേയ്സിൽ വെദർ യു ആർ സ്പെൻഡിങ് 30 മിനിറ്റ്സ്, വെദർ യു ആർ സ്പെൻഡിങ് 2 or 3 hours, എല്ലാ ദിവസവും ഒരു ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവണം. അത്രേ ഉള്ളൂ. അത് എല്ലാ ദിവസവും ഉണ്ടാവണം. ഈ 90 ഡേയ്സിൽ ഒരു ദിവസവും മിസ്സാക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അപ്രോച്ച് ഫോളോ ചെയ്യാം. ദെൻ നിങ്ങൾ ഒരു കാരണവശാലും ക്രിറ്റിസിസം വേണ്ട, അനലൈസ് ചെയ്താൽ. നമ്മളിപ്പോൾ സ്കോർ ചെയ്ത മാർക്ക് കുറഞ്ഞുപോയി, എന്നെ കൊണ്ട് നടക്കൂല എന്നുള്ളൊരു രീതിയിൽ ഒരു കാരണവശാലും മൈൻഡിനെ സ്ട്രെസ്ഫുൾ ആക്കരുത്. സ്കോർ ചെയ്ത് കുറഞ്ഞോട്ടെ, കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതാണ്, നമുക്ക് എറർ നോട്ട് ബുക്ക് ഉണ്ട്, അതിനകത്ത് എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ 3 ഏരിയയിൽ ഡിവൈഡ് ചെയ്തതും നമ്മളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയല്ല. ആ 3 ഏരിയയിൽ നമുക്ക് ആ വീക്ക് സോൺ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ആ വീക്ക് സോൺ നിങ്ങൾ ഒരു ലെവൽ മുന്നോട്ട് ഉയർത്തിയാൽ, അതിൽ ഒരു മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിൽ എപ്പോഴും വയ്ക്കുക. പോസിറ്റീവ് അപ്രോച്ച് ത്രൂ ഔട്ട് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ദെൻ റിസോഴ്സസിൽ ഏറ്റവും നല്ലൊരു റിസോഴ്സ് ജനറൽ പേപ്പറിന് പറയാൻ പറ്റുന്നത് KVS മാധൻ തന്നെയാണ്. ഓക്കെ, KVS മാധൻ ടെക്സ്റ്റ് ബുക്ക് പറ്റുമെങ്കിൽ മേടിക്കുക. നമ്മുടെ ക്ലാസ് റൂമുകളിൽ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ദെൻ ടെസ്റ്റുകൾ NTA വെബ്സൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, അവിടെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് കൂടാതെ KVS മാധനൊക്കെ മേടിക്കുവാണെങ്കിൽ അതിനകത്ത് തന്നെ ടെസ്റ്റ് ലിങ്ക്സ് കിട്ടും. ദെൻ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ ടെസ്റ്റുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിവേ പേപ്പർ 1 പേപ്പർ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ PGക്ക് പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് നല്ല, ബിക്കോസ് നമ്മളത് ഓൾറെഡി പഠിച്ചതല്ലേ ആ സബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ഒരു ഗൈഡ് അതിൽ തന്നെ ത്രൂ ഔട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ പേപ്പർ 2 പിയേഴ്സിന്റെ പേപ്പർ 2 ഗൈഡ് ഉണ്ടാവും. സബ്ജക്റ്റുകൾ ഏതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അത് നല്ലൊരു ഗൈഡാണ്. ഈ കമ്പൈൻഡ് മെറ്റീരിയൽ UGC നെറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള കമ്പൈൻഡ് മെറ്റീരിയൽ ആയിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ഗൈഡുകൾ, സ്റ്റാൻഡേർഡ് ഗൈഡുകൾ ഫോളോ ചെയ്യുക. അതർവൈസ് PGക്ക് നമ്മൾ പഠിച്ചിരുന്ന ടെസ്റ്റ് എടുക്കുക, ഓരോ ടോപ്പിക്കിലും ഒരു ടെസ്റ്റ് മാത്രം അലോക്കേറ്റ് ചെയ്യുക കേട്ടോ, ആ രീതിയിൽ. ദെൻ ഒരു ഷെഡ്യൂൾ, അടുത്തൊരു ടൂൾ കിറ്റ് ആയിട്ട് പറയാവുന്നത് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം കേട്ടോ. അത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ്. മോർണിംഗ് 2 മണിക്കൂർ, ആഫ്റ്റർനൂൺ 3 hour, അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം. ഇഫ് യു ആർ ടാർഗറ്റിംഗ് JRF, ദിവസം ഒരു 2-2.5 മണിക്കൂർ മാറ്റി വയ്ക്കാൻ വേണ്ടി തയ്യാറാകുക കേട്ടോ. ബിക്കോസ് യു ആർ ട്രൈങ് ടു ബി ദി 1%, റൈറ്റ്? ആ ഒരു ടോട്ടലിൽ 1% ഉള്ളിലാകാനാണ് ശ്രമിക്കുന്നത്. ആ 1% ഉള്ളിലാകണമെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ അകത്ത് വരണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടൈം മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. ശരി, ഇനി നമുക്ക് നമ്മളുടെ കോച്ചിങ് ക്ലാസ്സിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. കോച്ചിങ് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 90 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ മുതൽ. അതിനകത്ത് ജനറൽ പേപ്പറും അതേപോലെ തന്നെ പേപ്പർ 2 കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സെപ്പറേറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കവറേജ് തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇറ്റ്സ് ടൈം
ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഫീ സ്ട്രക്ചർ ഗ്രൂപ്പിലേക്ക് ഞാൻ തരാം. അതായത് ഏറ്റവും കുറഞ്ഞ ഫീ തന്നെയാണ് നമ്മൾ ഈടാക്കുന്നത്. ഇന്നും നാളെയും ജോയിൻ ചെയ്യുന്നവർക്ക് അഡീഷണൽ ഫീ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഐ ഷെയർ ഇറ്റ് ഇൻ യുവർ ഗ്രൂപ്പ് കേട്ടോ. 90 ഡേയ്സ് ബാച്ചിൽ ഇത് രണ്ടും ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2. അല്ല, നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻ നിലവിലും ഉണ്ടോ? എന്തെങ്കിലും അഡീഷണൽ ടോപ്പിക്സ് പറയേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. സിലബസിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ്. ദാറ്റ് ആക്ച്വലി സിലബസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് യു നോ ദി സിലബസ് റൈറ്റ്. ആ സിലബസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് അത് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരാം. ഓരോ ടോപ്പിക്കിനകത്തും ഫസ്റ്റ് റെഫറൻസ് ആവശ്യമുള്ള ഏരിയ ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു ബ്രീഫിംഗ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം. അതുകൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 90 ഡേയ്സ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 90 ഡേയ്സിൽ ഓരോ സബ്ജക്റ്റുകളും കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ, പ്ലാൻ ഓഫ് ആക്ഷൻ എന്നുള്ള രീതിയിൽ അതും ചെയ്യാം. നമ്മൾ ഇവിടെ പറഞ്ഞ പ്ലാൻ ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതൊരു ഫ്ലെക്സിബിൾ അപ്രോച്ചാണ് എപ്പോഴും വേണ്ടത്. ഒരു കാരണവശാലും ഇനിയുള്ള 90 ഡേയ്സിൽ നിങ്ങൾ ഫെഡപ്പ് ആവരുത്. പല സ്റ്റുഡൻസും ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്, സാറെ പ്രിപ്പയർ ചെയ്ത് എത്തുന്നില്ല, ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് പ്രിപ്പയർ ചെയ്യട്ടെ. എന്തിനാ ഈ അടുത്ത പ്രാവശ്യം? ഈ ദിവസങ്ങൾ മതിന്നേ, ഇനിയുള്ള 90 ഡേയ്സ് മതി. ഇതിനിടയിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൺലി തിങ് ദാറ്റ് യു നീഡ് ഈസ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കേട്ടോ. അത് മനസ്സിൽ എപ്പോഴും വെച്ചേക്കുക. ആൻഡ് എനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വൃത്തിയായോ പറഞ്ഞ കാര്യങ്ങളെല്ലാം? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നത് ഒന്ന്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനെ ഡ്രീം ചെയ്യുക, റിസൾട്ടിനെ ഡ്രീം ചെയ്യാം. എവറി ഡേ യു ഹാവ് ടു തിങ്ക്. നിങ്ങൾ JRF ആണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എക്സാം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ എങ്ങനെയായിരിക്കും, പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പേരിന്റെ സൈഡിൽ എന്ത് വരും, ഇതൊക്കെ മനസ്സിൽ വേണം. 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് JRF ആണെങ്കിൽ വിചാരിച്ചോളൂ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള ബെനിഫിറ്റ് എന്താണ്? ക്യാൻ ഡയറക്ട്ലി എൻറോൾ, PhDക്ക് എൻറോൾ ചെയ്യാം. PhDക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ 45,000 വരെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുവാണ് മന്ത്ലി. ഓക്കെ, ജോലിക്ക് പോയാൽ അത്രയും കിട്ടുന്നില്ല. അപ്പോൾ 45,000 സ്റ്റൈഫൻഡ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. ആ റിസർച്ച് ചെയ്ത് 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പേരെന്തായി മാറും? ഡോക്ടർ സോ ആൻഡ് സോ എന്നായി. ഓക്കെ, അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് JRF നമുക്ക് തരുന്നത്. നെറ്റ് ആയാലും സെയിം തിങ്. നെറ്റ് ആയാലും ഇനി അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ നെറ്റ് മാൻഡേറ്ററി ആയി മാറും. ബിക്കോസ് ഈ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി NEP പ്രകാരം ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇനി നെറ്റ് മാൻഡേറ്ററി ആയി മാറും. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് നെറ്റ് ആവശ്യമാണ്. ദെൻ PhDയിലേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് പറയാം. അതുകൊണ്ട് PhD ചെയ്യണമെങ്കിൽ നെറ്റ് ഉള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റൈഫൻഡോട് കൂടി തന്നെ നെറ്റ് ചെയ്യാൻ സാധിക്കും. PhD ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് നെറ്റ്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നെറ്റുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് കേട്ടോ. ഇത് മനസ്സിൽ വേണം. നമ്മുടെ ഡ്രീം എപ്പോഴും കാണുക. സെർച്ച് ചെയ്താൽ NEP ഡോക്യുമെന്റ്സ് അവിടെ കിട്ടുന്ന പറഞ്ഞാൽ NEPയുടെ തന്നെ ഒരു ജസ്റ്റ് ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ആ ഡോക്യുമെന്റ് കൃത്യമായിട്ട് കിട്ടും. ദെൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കുക ഏതെങ്കിലും. ഇപ്പോ ജെമിനി ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ജെമിനി പ്രൈം വെർഷൻ അല്ലെങ്കിൽ പ്രീമിയം വെർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാമല്ലോ, അറിയാലോ എല്ലാവർക്കും അല്ലേ? പ്രീമിയം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഇഫ് യു ഹാവ് ആൻ ID പ്രൂഫ്. ഏതെങ്കിലും ഒരു ID പ്രൂഫിനകത്ത് നിങ്ങളുടെ ഇയർ അടിച്ചു കൊടുത്താൽ മതി. ജനിച്ച വർഷം എന്ന് പറയുന്നത് ഏകദേശം 2006 2007 ആക്കി മാറ്റുക. ദെൻ കോളേജിലോ ക്ലാസ്സിലുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് 2023 തൊട്ട് 28 വരെ അങ്ങനെ വല്ലതും കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ്. ഫ്രീ ആയിട്ട് കിട്ടും. 1 വർഷത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതിനകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ എടുക്കുന്ന ഡോക്യുമെന്റിനെ സമ്മറൈസ് ചെയ്യാൻ അവരോട് പറഞ്ഞാൽ മതി. യു വിൽ ഗെറ്റ് ദി സമ്മറി. വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാം. അങ്ങനെയുള്ള പുതിയ ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. B.Ed ആണോ റിസർച്ച് ആണോ ഇനി മുന്നോട്ട് നന്നാവുക ഫ്യൂച്ചറിലേക്ക്? റിസർച്ച്, സംശയം എന്താ? ഡെഫിനറ്റ്ലി. പിന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സ്കൂൾ ടീച്ചർ ആവാനാണെങ്കിൽ B.Ed ആവശ്യമാണ്. അതേസമയം
കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ PhD. ഓക്കെ. പിന്നെ സ്കൂളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഗ്രോ ചെയ്യാൻ ചാൻസ് കുറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ പാഷനാണ്, അതിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ പറയുന്നില്ല. സ്കൂളിൽ ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ കയറിയിട്ട് പറയുന്നത് പിന്നെ റിസർച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാഷനിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നാണ്. സോ ദാറ്റ്സ് അപ് ടു യു. After December examination, can you keep the session for those who wants to do PhD? Keep a session. Give a session ആണ് ഉദ്ദേശിച്ചത്. യാ ഡെഫിനറ്റ്ലി. എക്സാമിനേഷന് ശേഷം PhD ചെയ്യാനുള്ളവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അത് നമുക്ക് പറയാം, ഒന്നും കുഴപ്പമില്ല. ഡീറ്റെയിൽ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കോളേജ് ടീച്ചേഴ്സിന് ഇനി ചാൻസ് കുറവ് ആണോ അങ്ങനെയുണ്ടോ? അത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, കോളേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇത് ഗവൺമെന്റ് കോളേജസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഐ തിങ്ക് ഡിഫിക്കൽട്ട് ആണ് കിട്ടാൻ. ഇനിയിപ്പോൾ കിട്ടാൻ വളരെ പാടാണ്. സ്കൂളിലേക്ക് വന്നാലും ആ ഒരു പ്രശ്നമുണ്ട്, പാടാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആർ ദെയർ, യൂണിവേഴ്സിറ്റീസ് ആർ ദെയർ, മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ ദെയർ. അവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. MBA കോളേജസ് ആദ്യ ഇപ്പോൾ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. MBA കോളേജസിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന, ഇപ്പോൾ ഞാൻ ഒരിക്കലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറണമെന്ന് പറയില്ല. സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സാലറി തുച്ഛമായ സാലറിയാണ്. ഇത് ജോലി ചെയ്യുന്നവരുണ്ടോ സെൽഫ് ഫിനാൻസിങ്ങില്? കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾ ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ജോലി ചെയ്തത്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തന്നെ നിന്ന് നിങ്ങളുടെ ജീവിതം തീർക്കരുത്. ഒന്ന് ഓപ്പൺ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി ഒക്കെ വാക്കിൻ ലെവലിൽ വരെ ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജെയിൻ, അമിറ്റി അങ്ങനെ നിങ്ങൾ ഫുൾ ടൈം കയറണമെന്ന് പോലും ഇല്ല, പാർട്ട് ടൈം അങ്ങനെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇതെന്തായാലും ഒരു ഹയർ ലെവൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഫീസ് സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് ഞാൻ തരാം. ഇന്നും നാളെ ജോയിൻ ചെയ്യുന്നവർക്ക് എന്തായാലും കൂടുതൽ ഫീ ഓഫേഴ്സും ഉണ്ട്, ഗ്രൂപ്പിലേക്ക് തരാം കേട്ടോ ഡീറ്റെയിൽസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു ഫോർ ബീങ് വിത്ത് എഡ്യൂലൈറ്റ്സ്. സോ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി, 90 ഡേയ്സ് സ്ട്രാറ്റജി പറഞ്ഞു തരാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷമായിട്ട് ഞാൻ എടുക്കുന്നു. താങ്ക് യു ഓൾ. വീണ്ടും കാണാം.